എല്ലാവർക്കും ലൈഫ് ടൈം ജെംസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ്ഗ് വെച്ചിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം എഗ്ഗ് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നുണ്ട്. വലിയ ഉള്ളി, കാബേജ്, പിന്നെ റെഡ് ആൻഡ് ഗ്രീന് ക്യാപ്സിക്കം, ടൊമാറ്റോ, ക്യാരറ്റ്. കുട്ടികൾക്കൊക്കെ നല്ലതാണല്ലോ ഇതിങ്ങനെ ഉള്ളിലാവുമ്പോൾ അറിയൂല, അപ്പോൾ അവരത് കഴിച്ചോളൂ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ചേർക്കട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറികളെല്ലാം ഒരു ബൗളിലിട്ടിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്കിട്ട്. നമുക്ക് എത്ര മുട്ട ആവശ്യമുള്ളത് എടുക്കട്ടെ. നമ്മളിപ്പോൾ 2 മുട്ട എടുത്തത്. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി. ഇനി നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. സ്പൂൺ വെച്ചൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർക്കാം കേട്ടോ. പിന്നെ ഇത് മുഴുവനായിട്ട് പൊരിച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. നമ്മളിത് ഓരോ ബ്രെഡിലേക്ക് വേണ്ട മുട്ടകൾ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ്. നന്നായിട്ടും പൊരിച്ചിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മുട്ടയൊക്കെ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ മുട്ടയും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ ഈ ബ്രെഡിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മളിവിടെ ഉണ്ടാക്കിയ മയോണൈസാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു മുട്ട പൊരിച്ചത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി മയോണൈസ് ചേർത്ത് കൊടുക്കണം. പിന്നീട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബ്രെഡ് സ്ലൈസും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതെല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ നമ്മളിവിടെ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡൊക്കെ റെഡിയാക്കി വെച്ചതാണ്. ഇനി നമുക്കതിനെ ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം 2 ഭാഗവും. ആദ്യം ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചീസ് വെച്ച് കൊടുക്കട്ടെ. അതിൻ്റെ നടുക്ക് ഇതേപോലെ ഓംലെറ്റ് അതിൻ്റെ കൂടെ തന്നെ ഒരു ചീസും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളതിൽ ചീസ് വെച്ചിട്ടില്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും നന്ദി.